തിരുവല്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ്. അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പാർക്കും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ, അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. മാലിന്യത്തിൽ പൊറുതിമുട്ടി ചെറുതുരുത്തി നിവാസികൾ. ചെറുതുരുത്തി ടൗൺ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള സ്ഥലത്താണ് മാലിന്യങ്ങൾ കൂമ്പാരമായി കൂട്ടിയിരിക്കുന്നത്. ചെറിയ കുട്ടികൾ പഠിക്കുന്ന മദ്രസ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് മാലിന്യങ്ങൾ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീടിൻ്റെ മുമ്പ് ഒരു 10-35 സെന്റ് സ്ഥലം ഒരു പരുത്തിപ്പാറക്കാരൻ്റെ അതായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ 50-60 വീട്ടുകാർക്ക് മാലിന്യം തള്ളാനുള്ള ഒരു ഇടമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചെറിയ മൃഗങ്ങൾ, നായ്ക്കുട്ടികൾ, പൂച്ചക്കുട്ടികൾ അതൊക്കെ ചത്തതിന് ശേഷം അതുകൂടെ കൊടുന്ന് ഇടുകയാണ്. ദുർഗന്ധം വമിച്ചു എന്ന് പറഞ്ഞാൽ അത് വിവരണാതീതമായിട്ടുള്ള സംഗതിയാണ്. വളരെ സങ്കടകരമായിട്ടുള്ള, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അതായത് ദുർഗന്ധം വമിച്ചിട്ട് ഒരു ശുദ്ധവായു ശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പഞ്ചായത്തിലെ മെമ്പർ അടക്കം എല്ലാവരോടും പറഞ്ഞു നോക്കി. പക്ഷേ വാഗ്ദാനങ്ങൾ തന്നുകൊണ്ട് അവര് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു സല്യൂട്ട് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് പഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ചിട്ട് ഇത് എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് ഇവിടെ നിന്ന് ഈ ദിനംപ്രതി നിരവധി വാഹനങ്ങളും നൂറുകണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളുമാണ് കടന്നു പോകുന്നത്. മാലിന്യത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതിനാൽ തൊട്ടടുത്ത പ്രദേശത്തെ വീടുകളിലെ ആളുകൾക്ക് പോലും ഇവിടങ്ങളിൽ താമസിക്കുവാൻ കഴിയാത്ത സ്ഥിതിയും അസുഖങ്ങളും പടർന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അധികാരികളോട് പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും കൈക്കൊണ്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഉടൻ തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന മഴക്കാലത്തോടെ രോഗവ്യാപനം കൂടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറയുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള വീടുകളിലെ മാലിന്യങ്ങളും കടകളിലെ മാലിന്യങ്ങളും മൃഗങ്ങളുടെ ശരീരാവശിഷ്ടങ്ങളും കുമിഞ്ഞു കൂടിയതിനാൽ ദുർഗന്ധത്താൽ ഇതുവഴി ആളുകൾക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. പ്രതിഷേധവുമായി വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് പഴയ മാർക്കറ്റിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം നടത്തിയെങ്കിലും പ്രവർത്തന സജ്ജമാകാതെ നശിച്ച നിലയിലാണെന്നും ഇതിലെ അഴിമതി ഉൾപ്പെടെയുള്ളവ പുറത്തു വരേണ്ടത് ഉണ്ടെന്നും ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ, INDC മണ്ഡലം പ്രസിഡന്റ് തമ്പി മണി എന്നിവർ പറഞ്ഞു. നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗൺ പ്രദേശമാണ്. നിരവധി വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് കാലങ്ങളായി ഇവിടെ മാലിന്യ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഈ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങൾ ഉപയോഗിച്ച് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ അത് പ്രവർത്തനരഹിതമായിട്ട് കാലങ്ങളായി. ഇവിടെ മാലിന്യം സംസ്കരിക്കുവാൻ വേണ്ടി ലക്ഷങ്ങൾ ദുരുപയോഗം ചെയ്യുകയും എന്നാൽ ഈ മാലിന്യ പ്രശ്നങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ കാലങ്ങളായി അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ ജനങ്ങളുള്ളത്. പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത്. ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും.